കേരളത്തിന്റെ ഇക്കോണമിയുടെ ബാക്ക് ബോൺ എന്താ? ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന റെമിറ്റൻസ് ആണ്. യൂറോപ്പിൽ നിന്ന് ഞാൻ പറയാത്ത എന്താ പറയുക, യൂറോപ്പിൽ നിന്ന് ആരും പൈസ അയക്കാറില്ല. യൂറോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്. അവിടെ ഒരു വീടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഡെറ്റാണ്. പിന്നെ അവരവിടെ ഒരുപാട് വെൽഫെയർ സ്കീംസും മറ്റതൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ തന്നെ കൂടും. ഈ ഗൾഫിൽ നിന്ന് വരുന്ന ഈ റെമിറ്റൻസ് കുറഞ്ഞു വരികയാണ് കേരളത്തിൽ. വേറൊരു അപകടമുണ്ട്. കുട്ടികൾ മുഴുവൻ പുറത്തോട്ട് പോവാണ്. 35-40 ലക്ഷം രൂപ വരെ വീട് പണയപ്പെടുത്തി ആ പൈസയായിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് വലിയൊരു എമൗണ്ട് പുറത്തേക്ക് സൈഫൺ ചെയ്ത് പോവാണ്. ഇത് റിവേഴ്സ് റെമിറ്റൻസ് ആണ്, റെമിറ്റൻസ് അല്ല. റെമിറ്റൻസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇനി രണ്ടാമത്തെ കാര്യം, 25 ലക്ഷം പേരാണ് പുറത്തുള്ള ആളുകളെ പറഞ്ഞത്. 25 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയിൽ ഞാൻ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തത് ധനകാര്യം ഭരിക്കാനുള്ള സന്തോഷം കൊണ്ടല്ല. അതൊരു ചാലഞ്ചാണ്, അതൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തണം. സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തിയാൽ പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണ്. സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം. ജനങ്ങളുടേതാണ് സമ്പത്ത്, ഖജനാവ് ജനങ്ങളുടേതാണ്. ആ പണം നീതിപൂർവമായ വിതരണത്തിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ വികസന പ്രവർത്തനം എന്ന ആളുകൾ പറയും. ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നാടൊന്നായി മുറവിളി കൂട്ടിയ അനുഭവം കേരള ചരിത്രത്തിൽ തന്നെ വിരളമായിരിക്കും. പരവൂരിന് മാത്രമല്ല, കേരളത്തിനാകെ ഈ ഒരാളെ വേണം എന്ന് തോന്നാൻ കാരണം എന്താണ് എന്ന് ഞാൻ ആ ദിവസങ്ങളേറെ ആലോചിച്ചിട്ടുണ്ട്. സത്യസന്ധത, സുതാര്യത. ബഹുമാനപ്പെട്ട സതീശൻ സാറിന് ഇവ രണ്ടും പ്രകടമാണ്. ജീവിതത്തിൽ അങ്ങോളം മറ്റെന്തൊക്കെ കൈമോശം വന്നാലും ഇവ രണ്ടും കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഭൂമിയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ദേശത്തിന്റെ നമ്മുടെ ജില്ലയിൽ നിന്ന് ആദ്യമായിട്ടൊരു മുഖ്യമന്ത്രി ഉണ്ടാവുകയാണ്. അദ്ദേഹം പഠിച്ച കോളേജിലോ ഞാൻ പഠിച്ച കോളേജിലോ അദ്ദേഹവും പഠിച്ചിട്ടുണ്ട്. ഞാൻ 2-3 സിനിമകളിൽ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തമിഴ്നാടിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും കേരളത്തിന്റെയും ഒക്കെ മുഖ്യമന്ത്രിയായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കുന്നത് വളരെ കുറച്ചു കാലത്തേക്കാണ്. അഭിനയവും പരിചയവും കൊണ്ട് കുറച്ചുകൂടെ എളുപ്പമാകാവുന്ന ഒരു കാര്യവുമാണ്. യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. വലിയ ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ സതീശൻ അവരുടെ ചുമരിൽ എത്തിയിരിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. എല്ലാ തരം ജനങ്ങളെയും സന്തോഷിപ്പിക്കുകയും എല്ലാ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും എല്ലാ ജനങ്ങളെ കേൾക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യേണ്ട ഒരു പ്രവൃത്തി തന്നെയാണ്.